ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ഉമാ തോമസ് MLA-ക്കെതിരെ പടയൊരുക്കം. സംഘടനാ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ MLA-ക്ക് പിഴവ് പറ്റിയെന്നാണ് തൃക്കാക്കര കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ആരോപണം. തർക്കം പരിഗണിച്ച് തൃക്കാക്കര നിയോജകമണ്ഡലം കോർ കമ്മിറ്റി മാറ്റിവെച്ചു. നിയോജകമണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ വീഴ്ച പറ്റിയെന്നും ആരോപണം ഉയരുകയാണ്. സജോ ദേവസിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സജോ, മണ്ഡലം കോർ കമ്മിറ്റി യോഗം തന്നെ മാറ്റിവെക്കുന്ന രീതിയിലേക്ക് തർക്കം വളർന്നുവോ? MLA-ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണല്ലോ ഒരു വിഭാഗം ഉയർത്തുന്നത്. ഇതിൽ പരാതിയും നൽകിയിട്ടുണ്ടല്ലേ? വിനീത, കോൺഗ്രസിന് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സുരക്ഷിത മണ്ഡലം എന്ന് വിളിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തൃക്കാക്കരയാണ്. അത്രയും കരുത്ത് അവിടെയുണ്ട് എന്നതാണ്. പക്ഷേ ആഭ്യന്തരമായി വലിയ തർക്കം ഉമാ തോമസ് MLA കേന്ദ്രീകരിച്ച് ഉയരുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനകം തന്നെ മണ്ഡലം ഭാരവാഹികൾ, അതായത് മണ്ഡലം പ്രസിഡന്റുമാർ, ബൂത്ത് ഭാരവാഹികൾ എന്ന് തുടങ്ങി ഒരു വിഭാഗം പ്രവർത്തകർ ഇതിനകം AICC-ക്ക്, അതായത് സംസ്ഥാനത്തിന് ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറിയും ദീപാദാസ് മുൻഷിക്കടക്കം പരാതി നൽകുന്നു. പോഷക സംഘടനാ ഭാരവാഹികളും സമാന പരാതി ഉന്നയിക്കുന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അവർക്കെതിരെ പ്രധാനമായും ഉന്നയിക്കുന്നത് മണ്ഡലത്തിലെ, അതായത് കോൺഗ്രസിന് ഏറ്റവും മികച്ച സംഘടനയുള്ള ഒരു നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പിഴവുണ്ട്. അവിടെയുള്ള മണ്ഡലം ബൂത്ത് ഭാരവാഹികളുടെ വികാരം മാനിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഉണ്ടാകുന്നില്ല എന്നാണ് ഒരു പ്രധാനപ്പെട്ട പരാതി. മറ്റൊന്ന്, എറണാകുളം ജില്ലയിലെ മറ്റെല്ലാ നിയോജക മണ്ഡലങ്ങളിലും വളരെ വിജയകരമായും കാര്യക്ഷമമായും വോട്ട് ചേർക്കൽ അഥവാ SIR-ന്റെ പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് ഏകോപിപ്പിക്കാൻ കഴിഞ്ഞു. തൃക്കാക്കരയിൽ മാത്രം അക്കാര്യത്തിൽ വലിയ വീഴ്ചയുണ്ടായി. ഇതടക്കം വിലയിരുത്തുന്നതിനു വേണ്ടി കഴിഞ്ഞ ദിവസം തൃക്കാക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്തിരുന്ന കോർ കമ്മിറ്റി, അതായത് അവിടുത്തെ ഭാരവാഹികൾ, പ്രാദേശിക ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടുന്ന DCC ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, ബൂത്ത് ഭാരവാഹികൾ എന്നിങ്ങനെ ഉൾപ്പെടുന്ന കോർ കമ്മിറ്റി യോഗം വിളിച്ചിരുന്നു. അത് പിന്നീട് ഈ തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കുകയാണ് ചെയ്തത്. മറ്റൊരു കാര്യം, പ്രവർത്തകർ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല എന്ന ആരോപണം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് അർഹരായ മറ്റാരെങ്കിലും ഇവിടെ സ്ഥാനാർത്ഥിയെ പരിഗണിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിയാണ്. അതായത് ഒരു പടയൊരുക്കം, ആഭ്യന്തരമായ ചില തർക്കങ്ങളുടെ കൂടി തുടർച്ചയായി ഉണ്ടാകുന്ന പരാതികൾ. സജോ, ഇക്കാര്യത്തിൽ ഇപ്പോൾ MLA പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ലല്ലോ അല്ലേ? ഈ തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളെ കുറിച്ച് അവർക്കും അറിവുള്ളതായിരിക്കുമല്ലോ. ഉറപ്പായും വിനീത, ഈ നീക്കങ്ങളെക്കുറിച്ച് നല്ല ബോധ്യം ഉമാ തോമസ് MLA-ക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സംഘടനാ ചുമതലകൾ, തദ്ദേശ സ്ഥാപനങ്ങളിലെ പദവികൾ നിശ്ചയിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ തർക്കങ്ങൾ പരിധി വിട്ടു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ആഭ്യന്തരമായി അവർ അവരുടെ പരാതികൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ കാര്യത്തിൽ അവരുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. ഇതിന്മേലുള്ള ഉറപ്പായും അവരുടെ പ്രതികരണം നമ്മൾ ആരായുന്നതുമാണ്. ശരി, തീർച്ചയായും സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.